ഇടുക്കിയിൽ മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ നിയമവിരുദ്ധ യാത്ര നടത്തുന്നവരുടെ എണ്ണത്തിലും വർധനവ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 7-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലും മാട്ടുപ്പെട്ടി റോഡിലുമാണ് നിയമലംഘനങ്ങൾ ഏറെയും നടക്കുന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ നിയമവിരുദ്ധ യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 7-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും. കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ തന്നെയാണ് അധികവും നിയമലംഘനത്തിന് മുതിരുന്നത്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മറ്റൊരു വാഹനത്തിലും യുവാവ് ദേശീയപാതയിൽ പൂപ്പാറ ബോഡിമെട്ട് റോഡിലും കാറിന്റെ ഡോറിൽ കയറിയിരുന്ന സാഹസിക യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇന്നലെയും ഇത്തരത്തിൽ നിയമവിരുദ്ധ യാത്ര നടത്തിയിരുന്നു. മാട്ടുപ്പെട്ടി റോഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിയമവിരുദ്ധ യാത്ര നടത്തുന്നത്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള നിയമവിരുദ്ധ യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനുശേഷം നിയമവിരുദ്ധ യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. വീണ്ടും നിയമവിരുദ്ധ യാത്രയുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്നും നിയമലംഘകരെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.